പ്രിയമുള്ളവരെ, നമ്മുടെ പരിസരങ്ങളിൽ ഏതെങ്കിലും ബിദ്അത്തുകാരുണ്ടെങ്കിൽ, ഏതെങ്കിലും സലഫിക്കാരനുണ്ടെങ്കിൽ, ഏതെങ്കിലും തബ്ലീഗുകാരനുണ്ടെങ്കിൽ, ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇസ്ലാമിന്റെ പരിശുദ്ധമായ ദീനിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് സലാം പറയരുതേ, അവരെ കൂടെ ഇരിക്കരുതേ, അവരോട് പുഞ്ചിരിക്കരുതേ, അവരോട് ഒരു ബന്ധവും വേണ്ട. ഇത് ഞാൻ പറയുമ്പോൾ ഇത് അല്പം സ്ട്രോങ് ആയി പോയി എന്ന് തോന്നും. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഇതിൽ കർശന നിലപാട് സ്വീകരിച്ച മഹാനായിരുന്നു റഈസുൽ ഉലമാ റഈസുൽ സാഹിദീൻ CM വലിയുല്ലാഹിൽ മടവൂരി. സുൽത്താനുൽ ഉലമാ AP ഉസ്താദ് പലപ്പോഴും പറയുന്നുണ്ട്, ബിദ്അത്തുകാരോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് വേണമെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ ശൈഖായ CM വലിയുള്ളയാണ്. നിങ്ങൾ ഇമാമിങ്ങളെ കിതാബുകൾ എടുത്തു നോക്ക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹദസ ഹദസൻ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഒരാൾ പുത്തൻവാദിയായാൽ, അല്ലെങ്കിൽ ഒരാൾ ബിദ്അത്തുകാരനായാൽ, ബിദ്അത്തുകാരനായില്ല, ബിദ്അത്തുകാരന്റെ കൂടെ അവനിക്ക് അഭയം നൽകിയാൽ, അതേ അല്ലാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ട്. വൽ മലായിക, മലായികീങ്ങളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ ജനങ്ങളുടെയും ശാപം ബിദ്അത്തുകാരെ പേറി നടക്കുന്നവർക്കും ബിദ്അത്തുകാർക്കുമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉസ്താദേ, അവർ നിസ്കരിക്കുന്നില്ലേ, അവർ നോമ്പ് നോൽക്കുന്നില്ലേ, അവർ മക്ബറക്കല്ലേ വരാത്തത്, അവർ ആ തങ്ങന്മാരെയല്ലേ ബഹുമാനിക്കാത്തത്, അവർ മുത്തുനബിന്റെ സ്വലാത്തിനെയല്ലേ സ്വീകരിക്കാത്തത്? അങ്ങനെ ധരിച്ചു പോകരുതേ. അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അള്ളാന്റെ റസൂല് വളരെ വ്യക്തമായി വീണ്ടും പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്ആ. ഒരു ബിദ്അത്തുകാരൻ ഒരൊറ്റൊരു അമലും അല്ലാഹു സ്വീകരിക്കൂല. സൗമം വലാ സ്വലാത്തം വലാ സദഖത്തം വലാ ഹജ്ജം വലാ ഉംറാ. ഹജ്ജോ ഉംറയോ നിസ്കാരമോ നോമ്പോ ഒന്നും അല്ലാഹ്ക്ക് അവൻ്റെത് വേണ്ട. ഇത് പറഞ്ഞത് കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ ഗൗസുൽ ആലം പറഞ്ഞത്, വലാ യുസല്ലിമു അലൈഹിം, അവരോട് സലാം പറയണ്ട. വലാ യുജാലിസുഹും, അവരെ കൂടെ ഇരിക്കണ്ട. വലാ യഖ്റുബു മിൻഹും, ഒരു ഇഞ്ച് പോലും അവരോട് അടുക്കണ്ട. എന്തേ? കൊറോണ വന്നപ്പോ നമ്മൾ ഡേഞ്ചറാണെന്ന് കൊറോണ വന്നവരെ മാറ്റി നിർത്തിയില്ലേ? അത് ശരീരത്തിന്റെ രോഗമാണെങ്കിൽ ഈമാനിന്റെ രോഗമാണ് ബിദ്അത്ത്. അവരെ മാറ്റി നിർത്തിക്കോ, ഒരു ഇഞ്ച് പോലും അടുക്കണ്ട. വലാ യുസല്ലി അലൈഹിം ഇദാ മാതു, അവർ മരിച്ചാൽ നീ നിസ്കരിക്കണ്ട. പറഞ്ഞത് ഞാനല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം മുഹിയുദ്ദീൻ ഗൗസുൽ ആലം തങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവരെ നന്നായി വെറുക്കണം. അവരോടൊരു ബന്ധവും വേണ്ട. അവരോടൊരു ബന്ധം നമുക്കില്ലെങ്കിലോ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു ബിദ്അത്തുകാരനെ വെറുത്താലോ നമ്മുടെ കൽബങ്ങ് പ്രകാശിക്കും. അതിന് വലിയ കൂലി അല്ലാഹു നൽകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ബിദ്അത്തുകാരുടെ ശർറിൽ നിന്ന് അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ.